നാളികേരത്തിന്റെ നാടുവിട്ട മലയാളിയുടെ നോവും നൊമ്പരവുമാണ് ഈ ഗാനം. വിരഹത്തിന്റെ കനലടങ്ങാത്ത പ്രവാസ ലോകത്ത് പാട്ടുകളാണ് ഗൾഫുകാരൻ്റെ കൂട്ടുകാർ. അതുകൊണ്ടായിരിക്കാം നാട്ടിലേക്കുള്ള മടക്കയാത്രയിലെല്ലാം ഒരു പാട്ടുപെട്ടി കയ്യിൽ കരുതാൻ നമ്മുടെ മുൻഗാമികൾ മറക്കാതിരുന്നത്. കാസറ്റുകൾ USB-യിലേക്കും പാട്ടുപെട്ടികൾ ചെവിയിൽ തിരുകുന്ന ഹെഡ്ഫോണിലേക്കും രൂപാന്തരം പ്രാപിച്ചു. എങ്കിലും സംഗീതത്തോടുള്ള പ്രവാസിയുടെ പ്രണയം കൈവശം വന്നിട്ടില്ല. ഇടതടവില്ലാതെ ഗാനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന റേഡിയോ ഇന്ന് ഏറ്റവും ജനകീയമായി നിലനിൽക്കുന്നത് ഗൾഫിലാണ്. അറിയപ്പെടുന്ന ഒട്ടുമിക്ക ഗായകർക്കും ഗൾഫിൽ നിരന്തരം വേദികളുണ്ട്. വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഗൾഫ് എന്നതിനാൽ സംഗീതത്തിനും ഇവിടെ വേലിക്കെട്ടുകളില്ല. മലയാളം, ഹിന്ദി, തമിഴ് സിനിമാ ഗാനങ്ങളും മാപ്പിളപ്പാട്ടും ആസ്വദിക്കുന്ന അതേ ആവേശത്തോടെ അറബ് സംഗീതവും പാശ്ചാത്യ സംഗീതവും ഗൾഫ് മലയാളികൾ നെഞ്ചിലേറ്റുന്നു. കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ ഗൾഫ് കുടുംബങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ ഇന്ന് നാട്ടിൽ കാണാനാവില്ല. നാട്ടിലെ സാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മത്സരങ്ങൾക്ക് പോകാൻ വേണ്ടി പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുറേയധികം തരം താഴ്ന്നിരിക്കുന്നവരെ തോന്നുന്നുണ്ട്. വളരെ ടാലൻ്റഡായിട്ടുള്ള കുട്ടികൾ നമുക്കുണ്ടെങ്കിലും അത് ചിട്ടയായിട്ട് അഭ്യസിക്കുന്നതിനും ഒക്കെ വളരെയധികം പിന്നാക്കം പോകുന്നു. അവർക്കൊരു TV ചാനൽ അതുപോലെ എന്തെങ്കിലും ഒരു പരിപാടികൾക്ക് പോകുന്നതിന് വേണ്ടി മാത്രം അഭ്യസിക്കുന്ന രീതിയിലേക്ക് തരം താഴ്ന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എന്നാൽ ഇവിടെ അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ വളരെയധികം സാധ്യതകൾ കുറവാണ്. ഇപ്പോൾ പരിപാടികൾക്കൊക്കെ പോകുന്നതിനൊക്കെയുള്ള സാധ്യതകൾ കുറവാണെങ്കിലും ചിട്ടയായിട്ട് അവർക്ക് സമയമുണ്ട്. ഇത് വന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വളരെയധികം ഉത്സാഹം കാണിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഗൾഫിൽ വളർന്ന് മലയാള സംഗീത രംഗം കീഴടക്കുന്ന യുവഗായകരുടെ നിര അന്താരാഷ്ട്ര സംഗീത ദിനത്തിൽ പ്രവാസിയുടെ താളലയ ബോധത്തിന് അടിവരയിടുന്നു. മസ്കത്തിൽ പഠിച്ച മഞ്ജരി, ബഹ്റൈനിൽ വളർന്ന ജ്യോത്സന, ദുബൈയിൽ നിന്നുള്ള അഭിരാമി, റിയാദിൽ നിന്ന് വന്ന് അന്താരാഷ്ട്ര വേദികളിലേക്ക് കുതിക്കുന്ന ഹിഷാം അബ്ദുൽ വഹാബ്, അറബ് സംഗീത രംഗം കീഴടക്കുന്ന ദോഹയിലെ നാദിർ അബ്ദുസലാം. ഈ പട്ടിക നീളുകയാണ് നാൾക്കുനാൾ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.